നമസ്കാരം. നിങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ ഇടൂ. ഇപ്പോ കൊടകര കുഴൽപ്പണ കേസില് 23 പേരെ ED കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ്. അവരാരും ഒരു തരത്തിലുള്ള BJP ബന്ധവും ഇല്ല എന്നാണ് പറഞ്ഞത്. കേസൊക്കെ ഓർമ്മയില്ലേ? പിണറായി വിജയന്റെ പോലീസായിരുന്നു നേരത്തെ ഇതിലുള്ള പല ആളുകൾക്കും ക്ലോസ് റിലേഷൻ BJPയുമായിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഒരു തിരൂർ സതീഷ് BJPയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ആള് പലതരത്തിലുള്ള പണത്തിന്റെ ഒഴുക്കും കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ ED ഇപ്പോ അവരെ കുറ്റവിമുക്തരാക്കി. ഞാൻ ആലോചിക്കുന്നതല്ല, നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പിണറായി വിജയനും BJPയും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ. ആ പറയുന്നത് ശരിയാണെങ്കിൽ അല്ലെങ്കിൽ ശരിയല്ലെങ്കിൽ നമുക്ക് ഇനിയുള്ള വരുന്ന ദിവസങ്ങളിൽ കാണാം. നമുക്ക് നോക്കാം പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും EDയുടെ ഈ തീരുമാനത്തിനെ കുറിച്ച് എന്തായിരിക്കും പറയുക എന്ന്. നിങ്ങൾ കമന്റിൽ ഇടൂ, എന്തായിരിക്കും പറയുക എന്ന് ഊഹിക്കാൻ പറ്റുമോ? വന്നപ്പോ താലിബാനെ ഇന്ത്യ തോൽപ്പിക്കുന്ന ലക്ഷണമാണ്. കുനാൽ കമ്ര എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഉണ്ട്. നല്ല രസികനാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന കൊമേഡിയനാണ്. ഭയങ്കര മിടുക്കനാണ്. ആള് മഹാരാഷ്ട്രയിൽ ഒരു പരിപാടി നടത്തി. BJP നേതാക്കളെ കുറിച്ച് അദ്ദേഹം കുറച്ച് തമാശകൾ പറഞ്ഞു. അദ്ദേഹമായിട്ട് ഉണ്ടാക്കി പറഞ്ഞ കള്ളത്തരൊന്നുമല്ല കേട്ടോ. ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങളെ ഒരു പാട്ടിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചു. സംഭവിച്ചെന്താണെന്നറിയോ? അവിടെയുള്ള കുറച്ച് ആളുകള് ആ പരിപാടി നടത്തിയ സ്ഥലം ഇടിച്ച് നശിപ്പിച്ചു കളഞ്ഞു. അല്ലെ? നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചു. എന്താ, നമ്മൾ എന്ത് കേൾക്കണം, ആരെന്ത് പറയണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പോ കുറച്ച് ആളുകളാണ്. അവർ വിചാരിക്കുന്നത് പറഞ്ഞാൽ മതി, അവരെ എതിർത്ത് പറയാൻ പാടില്ല, അവരെ തമാശയാക്കാൻ പാടില്ല. ഇത് തന്നെയല്ലേ താലിബാനിലുള്ളത്? അപ്പൊ ഇന്ത്യ മറ്റൊരു താലിബാനിലേക്കുള്ള വഴിയാണ്. അതിലൊരു ചെറുപ്പക്കാരൻ അഭിപ്രായം പറയുന്നത് കേട്ടു. അങ്ങനെ വായി തോന്നിയതൊന്നും വിളിച്ചു പറയാനൊന്നും പറ്റൂല. അങ്ങനെ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞല്ല. രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരെ കുറിച്ച് ഒരു വ്യക്തി കുറച്ച് നർമ്മം കലർത്തിക്കൊണ്ട് വിമർശിച്ചു. അതാണ് സംഭവിച്ചത്. ഇപ്പൊ വിമർശനം കേൾക്കാൻ പാടില്ല എന്നുള്ളതാണ്. നോക്കാം, ഇന്ത്യ താലിബാനേക്കാളും ഭീകരമാവോ അതോ ഇന്ത്യൻ ജനത ഈ ആപത്തിനെ മനസ്സിലാക്കി രാജ്യത്തെ രക്ഷിക്കും? നിങ്ങൾ അഭിപ്രായം എഴുതണേ. ഒരു സന്തോഷ വാർത്തയുണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അമെൻമെന്റ് ബിൽ 2025 കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു, പാസ്സായി. RMP നേതാവ് ഒഴിച്ച് UDF ഉൾപ്പെടെ എല്ലാവരും നിയമത്തെ അല്ലെങ്കിൽ ഈ ബില്ലിനെ സ്വാഗതം ചെയ്തു. നല്ല കാര്യമാണ്. കാര്യം UDFന് ഇത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. UDF നേരത്തെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച നിയമസഭയിൽ വെച്ച ഒരു ബില്ലായിരുന്നു. പക്ഷെ അന്ന് അതിനെ നഖശിഖാന്ത എതിർത്തത് CPM ആയിരുന്നു, അല്ലെങ്കിൽ LDF ആയിരുന്നു. അപ്പോ RMP എന്തുകൊണ്ട് എതിർത്തു എന്നുള്ളത് RMP പറയട്ടെ. കൂടുതൽ അന്വേഷണത്തിൽ കൃത്യമായ പ്ലാനുകളിലൂടെ വേണം ഇത് എക്സിക്യൂട്ട് ചെയ്യാനെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുമുണ്ട്. നമുക്ക് എല്ലാവർക്കും അതിനെ സ്വാഗതം ചെയ്യാം. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പ്രൊഫഷണൽ മെഡിക്കൽ കോളേജുകളിൽ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് രക്തസാക്ഷികളെ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോ MV രാഘവനെയും പുഷ്പനെയും അന്ന് ജീവൻ നഷ്ടപ്പെട്ട ആ ചെറുപ്പക്കാരെയൊക്കെ ആലോചിക്കുക. പാർട്ടിക്ക് അന്നൊരു തെറ്റു പറ്റിയപ്പോ കൊടുത്തത് എത്ര ജീവനാണല്ലേ? പാർട്ടി ആ തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്തിയപ്പോ ആ ജീവൻ തിരിച്ചു കൊടുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയുമോ? ഇത്രയും കാലത്തിനിടയിൽ കേരളത്തില് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരിമിതമായത് കാരണം അന്യ സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കാൻ വിധിക്കപ്പെട്ട കുട്ടികളോടും രക്ഷിതാക്കളോടും പാർട്ടി മാപ്പ് പറയൂ. അല്ലെങ്കിലും അതെ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും ഒന്ന് തോന്നണമെങ്കിൽ ഒരു 15-20 കൊല്ലം കഴിയണം. സാരല്ല, ഓരോരുത്തരുടെ മണ്ടത്തരത്തിന്
നമ്മൾ അനുഭവിക്കാൻ, അല്ലേ? അഭിപ്രായം എഴുതില്ല നിങ്ങളെല്ലാവരും? വളരെ സങ്കടം തോന്നിയ ഒരു വാർത്തയുണ്ടായി. മുഴക്കുന്ന് മൃദുല ശൈലേശ്വരി ക്ഷേത്രത്തില് ഇഫ്താർ വിരുന്ന് തീരുമാനിച്ചതിനെ കുറച്ച് ആളുകൾ മുടക്കി. ഹിന്ദു ഐക്യവേദി, അതിലെ നേതാവ് വത്സൻ തില്ലങ്കേരിയൊക്കെ കൂടി അത്രേ മുടക്കിയത്. ഈ ഹിന്ദു ഐക്യവേദി എന്ന് പറയുമ്പോൾ എല്ലാ ഹിന്ദുക്കളും അതിൽ പെടുമോ? ഞാന് ജന്മം കൊണ്ട് ഹിന്ദുവാണ്, പക്ഷെ ഞാനതിൽ പെടില്ല. അപ്പൊ ഹിന്ദു ഐക്യവേദി എന്നതിന് പേരിടുമ്പോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടിയല്ല അവർ സംസാരിക്കുന്നത്. വല്ലാത്ത കഷ്ടമായി പോയി. അവിടെ വളരെ നല്ല രീതിയിൽ ഹാർമോണിയസ് ആയിട്ട് ജീവിക്കുന്ന ജനങ്ങളായിരുന്നു. മുഴക്കുന്ന് മഹല്ല് കമ്മിറ്റി ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുമ്പോൾ മധുരം കൊടുക്കാറുണ്ട്. അതേപോലെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ ക്ഷേത്രത്തിൽ ഇഫ്താർ വിരുന്നും നടത്താറുണ്ട്. അതിപ്പോ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. യു പിയിൽ നിന്നോ മധ്യപ്രദേശിൽ നിന്നോ ഉത്തരേന്ത്യയിൽ നിന്നോ ഒക്കെ മതവിദ്വേഷത്തിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇല്ലല്ലോ എന്ന് അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്തിരുന്നു. ഓരോരോ വാർത്തകൾ പുതിയതായി കേൾക്കുമ്പോൾ നമ്മളും മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് സങ്കടകരമായി ഓർത്തു പോവാണ്. കഷ്ടമായി പോയില്ലേ? നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം അഭിപ്രായം അറിയിക്കും. താങ്ക് യു.